ഇനിയെങ്കിലും ലഹരി മാഫിയ അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പക്ഷെ 9 വർഷക്കാലം ഈ ലഹരി മാഫിയ ഇവിടെ വളരാൻ അനുവദിച്ചതിന് ഒരു മുഖ്യമന്ത്രി ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഇവരുടെ കാര്യം സംസാരിച്ചതാണ്. നമസ്കാരം. CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് 9ാം ദിവസം പിന്നിടുകയാണ്. ഈ ഒരു സമരവേദിയിൽ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇവരുടെ നിയമനം, ഈ ഒരു ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു രമേശ് ചെന്നിത്തല ഈ ഒരു സമരവേദിയിൽ എത്തിയപ്പോൾ ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വേളയിൽ ഒരു ഉദ്യോഗാർത്ഥി, രമേശ് ചെന്നിത്തലയുടെ തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് കുഴഞ്ഞു വീണ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും വളരെ വേദനാജനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു സമരവേദിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വരുന്ന 19ാം തീയതി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും നിരവധി സമരമുറകളുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന വേളയിൽ പെട്ടെന്ന് ഒരു കുട്ടി കുഴഞ്ഞു വീഴുന്നത്. ഈ ബോഡി ബിൽഡിംഗ് താരങ്ങളെ എടുക്കുന്നതിന് ഒരു തരത്തിലുള്ള വ്യവസ്ഥയും ഇതൊന്നും ഇല്ലായിരുന്നു. അതേ ബോഡി ബിൽഡിംഗ് താരങ്ങൾ പിന്നീട് ഫിസിക്കൽ ടെസ്റ്റിലടക്കം പങ്കെടുത്തപ്പോൾ തോറ്റുപോയത് നമ്മൾ കണ്ടതാണ്. അതെ, ഞാൻ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഇവരുടെ കാര്യം സംസാരിച്ചതാണ്. സബ്ജക്റ്റ് കമ്മിറ്റിയിൽ പങ്കെടുത്ത ശേഷം ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പുരുഷന്മാരും അതോടൊപ്പം തന്നെ വനിതകളും അവരുടെ ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര ആളുകളെ എടുക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത ആഴ്ച പ്രതികരിക്കാമെന്ന്. അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ പോവാണ്. അപ്പോൾ അടിയന്തരമായി മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. പലരും ഓവറേജാണ്. അടുത്തൊരു റാങ്കിൽ പെടാൻ ഇവർ കഴിയില്ല. കാരണം അവരുടെ പ്രായപരിധി കഴിയുകയാണ്. അതുകൊണ്ട് മനുഷ്യത്വപരമായി ഈ കാര്യത്തെ സമീപിച്ചുകൊണ്ട് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക്, പരമാവധി ആളുകൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം. ഇതാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് ഇന്നൊരു കത്ത് മുഖ്യമന്ത്രിക്ക് നൽകുന്നു. സംസ്ഥാനത്ത് നിയമന നിരോധനമാണ്. ഒരിടത്തും ഒന്നും നടക്കുന്നില്ല. വേക്കൻസികളൊന്നും ഫില്ല് ചെയ്യുന്നില്ല. റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് നിയമനം കിട്ടുന്നില്ല. താൽക്കാലിക നിയമനങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിലാണെങ്കിൽ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് വനിതാ പോലീസുകാരുടെ എണ്ണം വളരെ കുറവാണ്. വനിതാ ബറ്റാലിയൻ ഉണ്ടായിട്ട് പോലും അതിൽ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ വനിതാ പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. ഇതുപോലെ വിവിധ സെക്രട്ടേറിയറ്റിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒഴിവുകൾ കിടന്നിട്ടും അതിനാവശ്യമായ PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടായിട്ടും അതിൽ നിയമനം നടത്താതെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. ഇവർക്ക് ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവർക്ക് പരമാവധി നിയമനം നൽകാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് നൽകുന്നു. അതെ, ഇന്ന് തന്നെ നമ്മൾ 350 പേര് ഇനി അവശേഷിക്കുന്നുള്ളൂ. ആ 350 വേക്കൻസി കിട്ടിയതിൽ ഭൂരിഭാഗം പേരും എടുത്തു പോകും. ഇന്ന് കത്ത് കൊടുക്കാം കേട്ടോ. അഹമ്മദാബാദ് സമ്മേളനം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്ന സമ്മേളനമാണ്. സംഘടനാപരമായ ശക്തി സമാഹരിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണ് സമ്മേളനം ക്രമീകരിച്ചത്. വളരെ വൻ വിജയമായിരുന്നു അഹമ്മദാബാദിലെ സമ്മേളനം. ഈ 25 ഓർഗനൈസേഷണൽ ഇയറാണ്, പുനഃസംഘടനയുടെ വർഷമാണെന്നാണ് പ്രമേയത്തിൽ തന്നെ പറയുന്നത്. സംഘടനാപരമായി ഇന്ത്യയിൽ ഒട്ടാകെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന നടപടികൾക്കാണ് ഈ വർഷം രൂപം കൊടുക്കാൻ പോകുന്നത്.
കേരളം ഉൾപ്പെടെയുള്ള, കേരളം ഇന്ത്യയിൽ തന്നെയാണല്ലോ, ഉൾപ്പെടെയുള്ള സ്ഥലത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പല പ്രഖ്യാപനങ്ങളും വളരെ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. കേരളത്തിൽ 9 വർഷമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലഹരി മാഫിയ ഇപ്പോഴാണോ അദ്ദേഹം കാണുന്നത്? 9 വർഷമായി ലഹരി മാഫിയയ്ക്ക് ഇവിടെ തഴച്ചു വളരാനുള്ള അവസരം കൊടുത്തത് സർക്കാരിൻ്റെ നിഷ്ക്രിയത്വമാണ്. ഇവിടെ ലഹരി മാഫിയകൾ തലങ്ങും വിലങ്ങും ഇവിടെ നടക്കുകയാണ്. ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, ഇത്ര കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴല്ലേ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഇപ്പം ഉണർന്നത്. നന്നായി, ഇനിയെങ്കിലും ലഹരി മാഫിയ അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പക്ഷെ 9 വർഷക്കാലം ഈ ലഹരി മാഫിയ ഇവിടെ വളരാൻ അനുവദിച്ചതിന് ഒരു മുഖ്യമന്ത്രി ഒരു ഖേദപ്രകടനം അല്ലെങ്കിൽ ജനങ്ങൾ വെള്ളം കൊടുക്കും. കൊടുത്താൽ മതി, എടുത്തോ. എന്തായാലും ഈ ലിസ്റ്റിന്റെ കാലാവധി 19-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ്. അതിന് മുൻപെങ്കിലും ഇവർക്ക് നിയമനം നൽകണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഉടൻ തന്നെ കത്ത് നൽകും എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല ഈ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്. അതായത് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കത്ത് നൽകും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.